സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായിരിക്കെ കണക്കുകൾ പുറത്തുവിടാതെയുള്ള ആരോഗ്യ വകുപ്പിന്റെ ഒളിച്ചുകളി. കഴിഞ്ഞ 3 ദിവസമായി പകർച്ചവ്യാധി കണക്കുകൾ പുറത്തുവിടുന്നില്ല. ഒടുവിൽ കണക്ക് പുറത്തുവിട്ടത് ജൂൺ 30-നാണ്. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. പകർച്ചവ്യാധികൾ ഈ മഴയും, ആദ്യമൊക്കെ കനത്ത ചൂടായിരുന്നു, അതിനുശേഷം മഴ വന്നു, വെള്ളക്കെട്ടുണ്ടായി, അതിരൂക്ഷമായ വെള്ളക്കെട്ടായി. അങ്ങനെ മാലിന്യങ്ങളും വെള്ളക്കെട്ടും ഒക്കെ തീർത്ത ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ആളുകൾ അങ്ങനെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഈ കണക്കുകൾ പുറത്തുവിടാത്തത്? കഴിഞ്ഞ ഒരു മാസത്തെ കണക്കൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എത്രത്തോളം ഗൗരവമാണ് ഈ വിഷയമെന്ന് മനസ്സിലാകും. 2.25 ലക്ഷത്തോളം ആളുകൾക്കാണ് കഴിഞ്ഞ ഒരു മാസം, അതായത് ജൂൺ മാസത്തെ കണക്ക് മാത്രം പരിശോധിച്ചാൽ 30 ദിവസമാണ് ആ മാസത്തിലുണ്ടായിരുന്നത്. 30 ദിവസത്തിനുള്ളിൽ 2.25 ലക്ഷത്തോളം ആളുകൾക്ക് പനി ബാധിച്ചു. മരിച്ച ആളുകളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ അത് 75-ലധികമാണ്. അത്രത്തോളം ഗുരുതരമായൊരു സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ആരോഗ്യവകുപ്പ് കണക്കുകൾ പുറത്തുവിടാത്തത്. പനി സംബന്ധിച്ച കണക്കുകൾ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടത് 30-ാം തീയതിയാണ്. ജൂൺ മാസത്തിന് ശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള ദിവസമൊന്നും കണക്കുകൾ പുറത്തുവിടുന്നില്ല. സാധാരണ നിലയിൽ ഓരോ ദിവസവും DHSന്റെ വെബ്സൈറ്റിൽ കയറി പരിശോധിച്ചാൽ അതാ ദിവസം എത്ര ആളുകൾക്ക് പനി ബാധിച്ചു, എത്ര ആളുകൾക്ക് ഡെങ്കിപ്പനിയുണ്ട്, എത്ര ആളുകൾക്ക് എലിപ്പനിയുണ്ട് തുടങ്ങിയ വിവരങ്ങളെല്ലാം ലഭ്യമാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കണക്കുകളൊന്നും ലഭ്യമല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത് പുറത്തുവിടുന്നില്ല. സംസ്ഥാനത്തെ സ്ഥിതി അതിരൂക്ഷമായി തുടരുമ്പോഴാണ് ഇത്തരത്തിലൊരു വീഴ്ച ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കണക്കുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പൂഴ്ത്തിവെക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വിശദീകരണവും നൽകാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല. കണക്കുകൾ ശേഖരിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ഇത്ര ഗുരുതരമായ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ മലപ്പുറം ജില്ല അടക്കമുള്ള ജില്ലകളിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ കണക്കുകളൊന്നും നൽകുന്നില്ല. അങ്ങനെ കണക്കുകൾ പുറത്തു വരുമ്പോഴെങ്കിലും ആളുകൾക്ക് ഒരല്പം ജാഗ്രത പാലിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ അതുപോലും ഇപ്പോൾ നൽകുന്നില്ല. ഇത് ആദ്യമായല്ല ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു മെല്ലപ്പോക്കുണ്ടാകുന്നത്. കോവിഡിൻ്റെ സമയത്ത്